ചെളിയാ കാലില് കയ്യില് അവന് വീണ് അയ്യയ്യേ இறங்க சொல்லுதான் உங்க அம்மாட்ட போய் ஏச்சு வாங்கின இன்னைக்கு கீழே விழுந்தா காலு மொத்தம் ചെളിയായി അയ്യേ ശരി കുഴപ്പമില്ല கொஞ்சம் പയ്യെ പോണ വിളിച്ചിരിക്ക മാട്ടെ സ്പീഡാ പോണ പറ്റിയ സ്ലിപ്പായിട്ട് പിള്ളേരൊക്കെ വീണ് അവനും വീണ് ഇവളും വീണ് ഇപ്പൊ ലൈവ് അടിച്ചു പൊളിക്കണം ഗായ്സ് കമോൺ ഗായ്സ് കട്ട കളിക്കണം പറ ഇപ്പോൾ ബിരിയാണി എല്ലാം കഴിച്ച് കഴിഞ്ഞ് നല്ല വയറ് നിറഞ്ഞ് ഫുള്ളായി നല്ല ഉറക്കം വേണം സത്യം പറയില്ല മണി ഇപ്പോൾ കറക്റ്റ് 4:40 അപ്പോൾ ഉറങ്ങി കഴിഞ്ഞാൽ സമയം പോയിക്കൊണ്ടിരിക്കും ഉറങ്ങാൻ പാടില്ല കാരണം നമ്മൾ വല്ലപ്പോഴും ടൂർ പോകുന്നത് പോലെയൊക്കെ അപ്പോൾ മാക്സിമം ടൈം നമ്മൾ യൂസ് ചെയ്യണം അല്ല നല്ലപോലെ ഉറങ്ങി കഴിഞ്ഞാൽ ജസ്റ്റ് ആയിട്ട് ഉറങ്ങാം വീട്ടിൽ പോയി ഉറങ്ങാം അല്ലേ എന്ത് ഇപ്പം ഇവിടെ അടുത്തൊരു വയലുണ്ട് അങ്ങോട്ടൊരു സൂപ്പർ ലൊക്കേഷനാണ് ഫുൾ കൃഷിയാണ് വാഴ കൃഷിയുണ്ട് നെൽകൃഷിയുണ്ട് കുറേ കൃഷിയുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് എല്ലാവരും ചേർന്ന് ബാക്കിൽ നിന്ന് എല്ലാവരും വരെയാണ് വൈശൂട്ടി വാ തൊപ്പി പോയി ചെറിയ മഴ ഉണ്ട് ആ இப்போ எவ்வளோ தூரம் இங்கே வயல் பக்கம் தான் வாக்கபிள் ഡിസ്റ്റൻസ് தான் ഓക്കെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ് അടുത്തൊരു കോവിലുണ്ട് മുത്താരമ്മൻ കോവിൽ വരാൻ പോവുകയാണ് അത് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കംപ്ലീറ്റ് ആയിട്ടില്ല തൊട്ടടുത്ത് ഒരു കൃഷിയുണ്ട് വാഴ കൃഷി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ് ഇങ്ങനെ ആരംഭിക്കും ഓക്കെ ഇത് ഫുൾ വാഴ കൃഷിയാണ് സതീഷിൻ്റെ അമ്മാവൻ്റെ സ്ഥലങ്ങളാണ് ഇതൊക്കെ സ്വന്തം സ്ഥലമല്ല കോൺട്രാക്ട് ബേസ് ആണ് കോൺട്രാക്ട് തന്നെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് വാഴ കൃഷി മാത്രമല്ല അങ്ങോട്ട് നെൽകൃഷിയൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാം കാണിച്ചു തരാം സൂപ്പറായിട്ട് ഇത് പാക്ക് മരമാണ് പാക്ക് കൃഷിയുണ്ട് ഇത് കംപ്ലീറ്റ് പുല്ലാണ് മാട്ടുപുല്ല് എന്ന് പറയും അതായത് ഈ പശു കന്നുകാലിക്ക് കൊടുക്കുന്ന പുല്ലുകളാണ് ഇതൊക്കെ നോക്കി പോകണം അങ്ങോട്ടേ ചവറാണ് ആ ആണ്ടാ സൈഡ് സൈഡ് അപ്പോൾ പൊളി കാര്യം അല്ലേ സത്യം പറയാലോ ഇതുപോലത്തെ ഒരു ജീവിതം ജീവിക്കാൻ പറഞ്ഞാൽ ഞാൻ ജീവിക്കും സൂപ്പറായിട്ട് അല്ലേ ഈ കൃഷി നോക്കി കുടുംബവും നോക്കി ഉള്ള ശമ്പളം കൊണ്ട് സൂപ്പറാக ജീവിக்கலாம் ஏன் கையை ஏந்த வேண்டும் வெளிநாட்டில் இந்த லைன் அதில் இந்த இடத்த போட்டு பயிரில் பாடுபடு വയക്കാട്ടിൽ നല്ല പാടുപെട് വയക്കാട്ടിൽ സത്യം പറയും ഇതുപോലത്തെ സ്ഥലത്ത് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വിട്ട് പോകാൻ തോന്നില്ല ഇവിടത്ത് സ്വർഗം മണ്ണ ഉള്ള ശമ്പളം കൊണ്ട് സുഖമായിട്ട് ജീവിച്ച് പോകാൻ തോന്നിപ്പോയില്ലേ ചില സമയത്തൊക്കെ സ്വർഗം മണ്ണ സ്വർഗം സ്വർഗമേ സ്വർഗം മണ്ണ നമ്മ ഒരു പോലെ വരുമേ ഗ്രാമം ഗ്രാമം തന്നെയല്ലേ ആഹാ சத்தியமா அந்த பீச்சுக்கு போன விட இது ரொம்ப பிடிச்சிருக்கடா ரொம்ப பிடிக்கும் நைட் வியூ பீச்சில் நல்லா இருக்கும் அதனால நைட்டு நம்ம பீச்சுக்கு போவோம் காரில் போய் அங்கே போய் இறங்கிட்டு அங்கே எல்லா இடமும் சுற்றி பார்க்கலாம் ഫുള്ള് വാഴയല്ലേ ഇങ്ങോട്ടല്ലേ ഇത് കാട്ടും இந்த സംഭവം കാറ്റ് ഓവറായിട്ട് അടിച്ചുകൊണ്ട് കുറേ വാഴമരം വീണടക്കുകയാണ് കണ്ട 1 2 3 4 5 6 കുറേ ഉണ്ടല്ലോ ഒരു 10 வாழைமரம் இருக்குன்னா கீழே வந்திருக்கும் நஷ்டம் தான் கவர்மெண்ட் ஏதாவது பார்த்து செஞ்சாதான் அதுக்கு தான் இந்த மாதிரி கயிறு போட்டு கட்டுவாங்க அதை காட்டுவாங்க கயிறு சப்போர்ட்டுக்கு இந்த கயிறு போட்டு காத்துல வந்து கீழே விழுந்துடக்கூடாதுன்ட்டு இந்த கயிறை பார்க்கும்போது ஒன்று படி ஞாபகம் வருது நம்ம தனித்தையாக நிற்கும் போது நம்ம அழிக்காங்க நம்மளை ஒன்றா இருந்தால் அழிக்க முடியாது அதுக்கு எக்ஸாம்பிள் ഒരു വാഴയിൽ അടുത്ത വാഴയോട്ട് കയറിട്ട് കെട്ടി കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും നെറ്റ്വർക്ക് കറക്റ്റ് ഗൈസ് മെസ്സേജ് ഇതാണ് ഇന്നത്തെ മെസ്സേജ് ഓക്കെ പൊളി ഒപ്പോ സ്ഥലം അടിപൊളിയാണല്ലോ വേറെ ലെവൽ കേട്ടാ വേറെ എന്ത് വേണമല്ലേ ഇതിനപ്പുറം എന്നാ சொல்லுங்க ശോഭിത இல்லனே இத ஒண்ணு சொல்லிட்டு இருக்கேன் നമ്മൾ ഗ്രാമം കേട്ടോ പറയാൻ പറ്റില്ല അടിപൊളിയാ കേട്ടാ നല്ല കാറ്റ് നല്ല ഓക്സിജൻ നല്ല അന്തരീക്ഷം നല്ല വൈബ് വേറെ എന്ത് വേണം സത്യം പറയല്ലേ ഇത്രയും പ്രതീക്ഷയില്ല സൂപ്പർ ഇതൊക്കെ വരവണം അപ്പോൾ നമ്മൾ വയലിറങ്ങാൻ പോവുകയാണ് നല്ല സൂപ്പർ കാറ്റ് കേട്ടോ അടിപൊളി സീനറിയാണ് അപ്പോൾ ഈ വയലിൻ്റെ നടുക്കൂടെ നടന്നു പോകാം അങ്ങനെ കുറച്ച് ചെളിയുണ്ട് കുഴപ്പമില്ല പയ്യെ പോണം ചെളിയുണ്ട് കേട്ടോ പയ്യെ പോണേ വിളിന്തിരക്കൂടാതെ പയ്യെ പോണം വീഴാൻ പാടില്ല ഞാൻ മോശക്കാരെ മതി വാ വീണാ അത് പറഞ്ഞല്ലേ പയ്യെ പോവാൻ പയ്യെ പോ അങ്ങോട്ട് ചെളിയാണ് വേണ്ട അങ്ങോട്ട് പോകണ്ട വാ എപ്പോൾ വീണ് എവിടെ വീണ് ചെളിയാ കാലില് കയ്യിൽ അവന് വീണ് അയ്യയ്യേ ചെളിയാ കാലില് കയ്യിൽ അവന് വീണ് അയ്യയ്യേ
அவன் விழுந்தான். லூசு போயில உன்னை எவ்வளோ இதில் இறங்க சொல்லுதான். உங்கள் அம்மாட்ட போய் ஏச்சு வாங்கினேன் இன்னைக்கு. கீழே விழுந்தான், இறங்கல அவன், ஸ்லிப் ஆகிட்டான். നീ എവിടെ വേണം കാല് കൈയായ കാല് മൊത്തം ചെളിയായി. അയ്യേ ശരി കുഴപ്പമില്ല. പതുക്കെ പോകാൻ പറഞ്ഞല്ലേ, സ്ലിപ്പാവെന്ന് പറഞ്ഞല്ലേ നിങ്ങളോട്ടാ. ശരി അങ്ങ് പോകണ്ട. പിള്ളേരൊക്കെ വീണ്, അവനും വീണ്, ഇവളും വീണ്. ഇവള് വലിയ കുഴപ്പമില്ല, അവൻ നല്ല വീണ്. கொஞ்சம் பைய போன விழுந்துக்க மாட்டேன், ஸ்பீடா போன பார்த்தியா ஸ்லிப் ஆயிட்டு. சரி பரவாயில்ல சொல்லு. விழுந்தா எண்ணிக்கணும், என்ன அதான் நம்ம வாழ்க்கையில் தேவையான விஷயம். அதை ஆட் பண்ணுவோம். இல்லை வீணா கரையாൻ പാടില്ല, എണ്ണിച്ച് പൊയ്ക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ രണ്ടാമത്തെ മെസ്സേജ്. മതി തിരിച്ചു പോലെ സതീശ് തിരികെ വരുമാ, ரொம்ப സൗകര്യം വേണ്ട. പിള്ളേ വിழுந்து വാങ്ങാം. போடி வாங்க வரைக்கும். பவின் கிருஷ்ணா இங்க பாரு, சப்ஸ்கிரைப் பண்ணுங்க சொல்லு. சப்ஸ்கிரைப் பண்ணுங்க. ஹாய் ஃப்ரெண்ட்ஸ். ஹாய் ஃப்ரெண்ட்ஸ், எல்லாரும் நல்லா இருக்கீங்களா? ஐ லவ் யூ. எல்லாரும் சப்ஸ்கிரைப் பண்ணுங்க. KLTN Vlogs. Thank you. നമ്മളെ വ്ളോഗിൽ ഒരു പുതിയ ആൾ വന്നിട്ടുണ്ട്. അപ്പം കവിതയുടെ അനിയനാണത്. ഒരാഴ്ച ബൈക്ക് ഫുൾ ചെളിയാക്കിട്ടിരിക്ക. ശരി ഓക്കെ ഓക്കെ പോയിട്ടാ ഫുൾ ചെളിയാ ഇരിക്കില്ല. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. എനിക്കങ്ങനെ പോയിട്ട് വരിപ്പോൾ. അപ്പോൾ അങ്ങോട്ട് പോയാൽ 4 ട്രാക്ക് ഹൈവേ ആണ്. അപ്പോൾ അങ്ങോട്ട് പോയി നോക്കിയിട്ട് വരാം. അപ്പോൾ ഈ ഭാഗത്ത് കുറച്ച് വെള്ളമുണ്ട്, നല്ല വെള്ളമാണ്. കാല് കഴുകാം വാ. ആഹാ സൂപ്പറായിരിക്കണം, തണുപ്പായിരിക്കണം, ചൂളിയാർക്ക് കഴിച്ചു വാ. കാല് കഴുകും, മൊത്തം ചെളി കാലിൽ. തണ്ണികൾക്ക് കൊള്ളാ, അടിപൊളിയല്ലേ? അതൊന്നും പോവില്ല, കുളിച്ചാലോ ഇവിടെ ഇറങ്ങി. അല്ല തണുത്ത വെള്ളം, ഒരു രക്ഷയില്ല, സൂപ്പറായിരിക്കണം. ഇവിടെ കിടന്ന് കുളിക്കാൻ തോന്നുന്നു. പണ്ടൊക്കെ ഇഷ്ടം പോലെ വയലുണ്ടായിരുന്നു നമ്മൾ ആ ഭാഗത്തൊക്കെ. എല്ലാ വയലും പോയി. ഇപ്പോൾ എല്ലായിടത്തും വീട് ഫ്ലാറ്റ് വന്നുകൊണ്ട് വയലൊന്നും കാണാനില്ല. ഇതുപോലത്തെ ഗ്രാമത്തിൽ വരുമ്പോഴാണ് വയലും ഇതൊക്കെ കാണുന്നത്. ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് പഴയ കാലങ്ങളൊക്കെ, പഴയ ലോകം അല്ലേ എന്ന് പറയാം. കവിത നീ ഉള്ളേ ഇറങ്ങി. ഓക്കെ, നമ്മളെന്നെ ഹൈവേ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഹൈവേ ആണ് കന്യാകുമാരി ടു കാശ്മീർ ഹൈവേ ആണിത്. അപ്പോൾ നമ്മൾ നടന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. കറക്റ്റ് ഒരു 1 കിലോമീറ്റർ കൂടുതൽ ദൂരമുണ്ട്. സംഭവം നമ്മൾ ഹൈവേയിലൊക്കെ പോകുന്ന നേരത്ത് കുറേ വയൽ കാണുമല്ലോ, ആ വയലിൽ ഒന്നാണ് ഈ വയൽ, നമ്മൾ കണ്ട വയൽ. ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് പറഞ്ഞാ. അപ്പോൾ ഇത്രയും ദിവസം നമ്മൾ ഹൈവേ വഴി പോകുമ്പോൾ കണ്ട വയലൊക്കെ നമ്മൾ ഇന്ന് നേരിട്ട് പോയി ഇറങ്ങി കാണാനാണ്. സത്യം പറയില്ലെങ്കിൽ ഒരുപാട് ആഗ്രഹമുണ്ട് ഇതുപോലത്തെ വയലൊക്കെ ഇറങ്ങി കാണണമെന്ന്. ഇന്നാണ് നമ്മൾ നേരിട്ട് ഇറങ്ങി ലൈവായിട്ട് അകത്ത് പോയി കണ്ടത്. സൂപ്പർ കേട്ടോ. അപ്പോൾ ഇതാണ് ഹൈവേ. പൊളിയില്ലേ? നല്ല കാറ്റ് കേട്ടോ, ഒരു രക്ഷയില്ല. സൂപ്പർ അല്ലേ? ഹൈവേ വന്നാച്ചു നമ്മളെ. ഓക്കെ, നമുക്ക് ഈ ഹൈവേ വഴി നടന്നങ്ങനെ പോവാം. നേരെ പോയിട്ട് ലെഫ്റ്റ് എടുത്ത് പോയാൽ മതി. നമുക്ക് സതീഷിനെ വീട്ടിൽ പോയി എത്താൻ പറ്റും അല്ലേ? നേരെ പോയി ലെഫ്റ്റ് കൊടുക്കാം. നേരെ പോയി ലെഫ്റ്റ്. വീട്ടിൽ പോയില്ല ചക്കണ്. എന്നാ ബൈക്കിൽ പോറിയാ നമ്മോട് പറയാ? മാപ്പിളയാ? മാപ്പിളെല്ലാം കൂടുവാണ്. அது இவன் மாமானு கூப்பிடணும், அவங்க வந்து மாப்பிள்ளையும் கூப்பிடணும். சில சமயம் என்ன சொல்லுவான் தெரியுமா? மச்சி இருக்கட்டும் மச்சி அப்படி. அந்த 2K கிட்ஸ். இது 2K கிடையாது. 2K கிட்ஸ். 2K தான். அல்ட்ரா 2K. அல்ட்ரா 2K. കുറേ നടന്ന് ഏകദേശം 1 കിലോമീറ്റർ നടന്നില്ലേ? ആ എങ്ങനെ തിരുമ്പി പോയാൽ 1 കിലോമീറ്റർ, മൊത്തം 2 കിലോമീറ്റർ നമ്മൾ നടന്നിട്ടുണ്ട്. അയ്യോ കുഴപ്പമില്ല, ഇടയ്ക്ക് നടക്കണമല്ലേ വല്ലപ്പോഴെങ്കിൽ. നമ്മൾ നടക്കണേ സത്യം പറയാലോ, എല്ലാ വണ്ടിയിലേ പോകണം, വണ്ടിയിലേ പറഞ്ഞ്. അപ്പോൾ ഇങ്ങനെ നടന്ന് ശീലിക്കുമ്പോഴാണ് ഒരുപാട് ഹെൽത്തി ഫിറ്റ്നസ് ആവണത് അല്ലേ? ഇടയ്ക്കിടെ നടക്കണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മളെ ജോലി ഇങ്ങനെ ആയിപ്പോയി, ഒട്ടും തന്നെ സമയമില്ല. അപ്പോൾ ഇങ്ങനെ വ്ളോഗ് ചെയ്യുമ്പോൾ നടക്കാൻ പറ്റല്ലേ? കൊള്ളാം, കുഴപ്പമില്ല, സൂപ്പർ കേട്ടോ. ഇതൊരു വേറെ ലെവൽ വൈബാണ്. ഇങ്ങനെ സത്യം പറഞ്ഞാൽ അല്ലേ നമ്മൾ പോയിട്ടില്ല ഇങ്ങനെ അല്ലേ? അപ്പോൾ ഇതാണ് കുളം.
അപ്പോൾ ഈ കുളത്തിലാണ് വെള്ളം കൃഷിക്ക് പോകുന്നത് ഫുള്ളായിട്ട്. അങ്ങോട്ട് പറ, ചരിഞ്ഞ് വീഴും, ചറി വീഴും, ചുമ്മാ ഇങ്ങോട്ട് പോ. അപ്പോൾ നമുക്ക് ഇതുവഴി പോകാം, ഇതുവഴി നേരെ പോയ വീടെത്തും. അപ്പോൾ ആദ്യം വന്നിട്ട് ബൈക്ക് വ്ളോഗ്, പിന്നെ ട്രെയിൻ വ്ളോഗ്, പിന്നെ ബസ് വ്ളോഗ്, പിന്നെ കാർ വ്ളോഗ്, പിന്നെ ബോട്ട് വ്ളോഗ്, ഇപ്പം നടക്കുന്ന വ്ളോഗ്, എല്ലാ വ്ളോഗുമായി. ഇനിയുള്ളത് എയറോപ്ലെയിൻ മാത്രമേ ഉള്ളൂ. അതും കൂടെ ചെയ്യും, വലിയ താമസമൊന്നുമില്ല. സതീഷ് ലോട്ടറി എടുത്തിട്ടുണ്ട് 12 കോടി, വിഷു ബമ്പറാണ്. അപ്പോൾ ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഹെലികോപ്റ്റർ വാങ്ങിച്ചത് പറഞ്ഞിട്ടുണ്ട് വ്ളോഗ് ചെയ്യാനായിട്ട്. കാർ ഉണ്ട്, കണ്ടിപ്പാ കാർ ഉണ്ട് ഫ്രണ്ട്സ്. അതേ വലിയ കാര്യം. ഞാൻ ചുമ്മാ പറ ഹെലികോപ്റ്ററിന് കാറിനാന്ന് പറയില്ലേ, കാറുണ്ട്. എങ്കയോ പോയിട്ട് നൻപേണ്ടാ അതല്ല വേണ്ട. കോയിൽ വാസലിൽ 150 രൂപയ്ക്ക് കാർ എടുത്ത് കൊടുക്കും. നല്ല കറയാണ്, കാമഡി കണ്ടിരുന്നോ ചുമ്മാ സ്വിഫ്റ്റ് കാർ. അല്ല വേണ്ട, അൻപേ പോകും, അൻപേ ശിവം, അൻപേ ശിവം. അതത്ര എനിക്ക് സത്യം സ്നേഹം മാത്രം മതി, വേറൊന്നും വേണ്ട. നിങ്ങളെ സ്നേഹവും സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം. അപ്പോൾ ഇഷ്ടപ്പെട്ട് ജോലി ചെയ്ത് അതിൽ കൂടെ പറഞ്ഞ റവന്യൂ ഉണ്ടല്ലോ, അത് വലിയൊരു അതിന് വാല്യൂ ചെയ്യാൻ പറ്റില്ല. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യൂട്യൂബിൽ നിന്ന് പറഞ്ഞ റവന്യൂ ചെറുതായാലും അതെനിക്ക് ഭയങ്കര വലുതാണ്. ഓക്കെ, ഇപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം. നല്ല കാറ്റ് കേട്ടോ, സൂപ്പറായിട്ട് നടന്നു പോകാം. ഒട്ടും തന്നെ ക്ഷീണമില്ല, നല്ല കാറ്റുണ്ട്, നടന്ന് പോയിക്കൊണ്ടിരിക്കാം. പിന്നെ വെയിലുമില്ല, ചൂടുമില്ല. കുളത്തിറങ്ങാൻ പടിയുണ്ട്, വേണമെങ്കിൽ ഇറങ്ങി കാലിൽ ഇറങ്ങി നനയ്ക്കാം. കുളം സൂപ്പർ അല്ലേ, അടിപൊളിയായിരുന്നു. ഇറങ്ങിയാലോ, ഇറങ്ങി നോക്കാം. പാ ഇവിടെ നിൽക്കാം. സൂപ്പർടാ, നല്ല തണുപ്പുണ്ട്, സൂപ്പറായിരുന്നു, നല്ല സുഖം. നല്ല ആഴം. ഇതാ ഒരു മാമ നീന്തിക്കൊണ്ടിരിക്കുകയാണ് കുളത്തിൽ. അദ്ദേഹം സൂപ്പറായിട്ട് നീന്തുക കേട്ടോ, ഒരു രക്ഷയില്ല, അടിപൊളി. അപ്പോൾ ഇതുപോലെ നീന്തി കുളിക്കാൻ കൊതിയാണ് എനിക്ക്, കുളിക്കണമെന്നുണ്ട്. എന്ത് ചെയ്യാം, ഡ്രസ്സ് കൊണ്ടൊന്നുമില്ല, കുഴപ്പമില്ല. ലൈഫിൽ വേറെ ഒന്നും വേണ്ട, ഇതൊക്കെ മതി. ഇല്ല വേണി ഒന്നും വേണ്ടെന്നായി പോകും. ഇതുമാതിരി എടുത്തൊക്കെ വരുമ്പോൾ ആൾക്കാരെ ഒന്നുമേ വേണ്ടെന്നായി തോന്നിപ്പോയി. ഓക്കെ, നമ്മൾ നടന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിനകത്തൊരു അഗ്രഹാര തെരുവാണ്. ഇത് അഗ്രഹാര തെരുവാണ്, ബ്രാഹ്മിൻസ് തെരുവാണ്. അപ്പോൾ ഇവിടെ ഒരു കുളമുണ്ട്, തെപ്പക്കുളം. ശ്രീ കാശി വിശ്വനാഥ തിരുക്കോവിലാണിത്. ദേവേ കാത്തണേ. അപ്പോൾ ഈ വ്ളോഗുള്ള അങ്ങനെയുണ്ട്, സൂപ്പർ അല്ലേ. അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്ത വ്ളോഗെല്ലാം ബൈക്ക്, കാറ് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതൊരു വാക്കിംഗ് വ്ളോഗാണ്, നടന്നു പോകുന്ന വ്ളോഗ്. ഇതുവരെ ചെയ്തിട്ടില്ല അങ്ങനെ. അപ്പോൾ ഇത് കുറച്ച് ബോറിംഗ് ആണ്, ക്ഷമിക്കണം. മാക്സിമം എഡിറ്റ് ചെയ്യുമ്പോൾ നോക്കി എഡിറ്റ് ചെയ്യുള്ളൂ. എന്തായാലും നിശ്ചയത്തരത്താണ് കലമണ്ഡപം. ഈ മണ്ഡപമാണ് സതീഷിൻ്റെ എൻഗേജ്മെൻറ്റ് നടന്ന മണ്ഡപം. അപ്പോൾ ഇത് രാഘവേന്ദ്ര കോവിലാണ്. ഇവിടെ കൃഷ്ണൻ കോവിലാണ്. ഇവിടെ കുറേ കോവിലുണ്ട് ഈ അഗ്രഹാരത്തിൽ. ഇതൊക്കെ കണ്ടുകൊണ്ട് പോവാം. ഇന്നതൊക്കെ തന്നെ വ്ളോഗല്ലേ, ഒരു ചേഞ്ച് വേണ്ടേ? എപ്പോഴും സൊമാറ്റോ വ്ളോഗ്, ട്രാവൽ വ്ളോഗ്, ഇങ്ങനെയൊക്കെ വ്ളോഗ് ചെയ്യണ്ടേ? ആര് നല്ല വാലാട്ടയാണ്, സ്നേഹമുണ്ട് കേട്ടോ. പോയിട്ട് അപ്പോൾ ഇനി വീട്ടിലോട്ട് പോകാൻ ഒരു 1/2 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. എത്ര ഏകദേശം പട്ടിക്കുട്ടി, സാധാ പട്ടീനെ പട്ടി കൊണ്ടുപോകാം. അയ്യാടാ, പിന്നെ വളർത്താനേ പാടുക. പട്ടിയെ വാങ്ങാം, നല്ലൊരു ലെവലിൽ പോട്ടെ നമ്മളാ അല്ലേ. സ്വന്തമായിട്ട് നല്ല വീടൊക്കെ വെച്ചിട്ട്. വീട്ടിൽ കുട്ടികളൊക്കെ സമയമില്ല, പിന്നെ പട്ടികളല്ലേ. നേരാപ്പാൻ വീട് വന്നിട്ടുള്ള വീട്. അപ്പോൾ ഏകദേശം വീട് തറ കുറേ നടന്നേട്ടാ, ഒരു 2-3 കിലോമീറ്റർ നടന്നിട്ടുണ്ട്. നല്ല തിളന്ന് ഭയങ്കര വെള്ളം ദാഹം, ആദ്യം വെള്ളം കുടിക്കണം. അങ്ങനെ നമ്മളെ മുടുക്കെത്തിയിട്ടുണ്ട്. പഞ്ചലിംഗപുരം, നമ്മൾ ആദ്യം വന്ന സ്ഥലം മഹാദാനപുരം. സതീഷിന് വീടുള്ള സ്ഥലം പഞ്ചലിംഗപുരമാണ്. ഇവിടെയാണ് വീട് വരുന്നത്. ഓക്കെ, നമ്മളെ വീടെത്തിയിട്ടുണ്ട് സതീഷിൻ്റെ വീട്ടിൽ. അപ്പോൾ ഒരുപാട് തിളം നടന്ന് കാല് കഴിച്ചിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നല്ല ഹാപ്പി ആയിരുന്നു, നല്ല വൈബായിരുന്നു, നല്ല ഫീലായിരുന്നു. இயற்கை ஃபீல். அப்பா வந்து ஏதாவது பேச வைங்க. ஆமா, அப்பா யார் சொல்லுங்கப்பா, இயற்கையை பற்றி சொல்லுங்க. உங்களுக்கு எப்படி இந்த வாழ்க்கை எப்படி இருக்கு? இந்த வீடு, இந்த விவசாயம் சந்தோஷமா இருக்கலாம்? டெய்லி வந்து காலை எழுந்திரிச்ச உடனே இதெல்லாம் பார்க்கும்போது விவசாயத்தை பற்றி இப்படி இப்படி நேரம் இருக்குன்னு தொடர வேண்டியது. அதான், விவசாயம் வந்து எல்லாரும் பண்ணணும், எல்லா இடத்துலையும் நிறைய வரணும். இன்னும் எல்லாரும் விவசாயம் வந்து எல்லாரும் செழிக்கணும். கண்டிப்பாக. അതായത് ഒരു നാട് നന്നാവാൻ ഏറ്റവും കൂടുതൽ വേണ്ടത് ടെക്നോളജി ഇല്ല, വ്യവസായം. അതിപ്പോൾ എല്ലാ നാട്ടിലും അത് മാക്സിമം കൊണ്ടുവരണം. വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട് നല്ല വളം വരണം. അപ്പോൾ അത് എത്ര തന്നെ പറയാം. ടീ കുടിക്കുമാ? ശരി, വാങ്ങാം. ഓക്കെ, വീട്ടിൽ കയറാം. അപ്പോൾ നല്ലൊരു ചായ കുടിക്കാം വീട്ടിൽ പോയിട്ട്. ആദ്യം ചായയും ബജ്ജിയും കിട്ടണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ സായ ബജ്ജി, മുളക ബജ്ജി, വളക്ക ബജ്ജി, ഇല്ല എല്ലാ ബജ്ജിയും ഉണ്ടോ? കട്ടൻ ചായ.
കട്ടൻ ചായ പരിപ്പ് വടയും വളയ്ക്ക ബജ്ജി ഇങ്ങ ചൂടല്ലേ ബജ്ജി നാളെ തട്ടി നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ബജ്ജി പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാം ഹോംലി ഫുഡാണ്, നല്ല ഹെൽത്തിയാണ്. നിങ്ങൾ സാപ്പിടും നിങ്ങൾ സാപ്പിടണം. ശരി ശരി, ഇത്രയും കഴിക്കാൻ പറ്റും. இவ்வளோ சாப்பிட முடியாது எங்களால். ஐயோ வயர் ஃபுல்லாக இருக்குது. ஏற்கனவே பிரியாணி வந்து வயர் ஃபுல்லாகிட்டு, இதுக்கு மேலே சாப்பிட்டா என்ன ஆகும்? சரி கொஞ்சம் சாப்பிடுவோம், கொஞ்சம் 2 பஜ்ஜி சாப்பிடுவோம். தேங்க்யூ. என்ன கவிதா 2 பஜ்ஜி போகும், மேக்ஸிமம் 2 பஜ்ஜி அவ்வளோதான். நான் டயட் எப்பா வெயிட் ஏற்றுறது ஈஸியாக தெரியலாம், இறக்குறது தான் കഷ്ടം. എൻ്റെ ബോഡി ഭയങ്കര വെയിറ്റ് കൂടുന്ന ബോഡിയാണ്. അപ്പോൾ ബജ്ജി കഴിച്ചാലോ? ഒരു ബജ്ജി എടുക്കുക, ചമ്മന്തിയിൽ മുക്കുക, ഇങ്ങനെ മുക്കി ഇങ്ങനെ തേച്ചിട്ട് എല്ലാ ഐറ്റം പൊളിയിട്ടാ. ബിരിയാണി സൂപ്പർ, ഇഡ്ഡലി സാമ്പാർ സൂപ്പർ, ബജ്ജിയും സൂപ്പറായ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ വാടകയ്ക്ക് താമസിച്ചല്ലോ, ഇവിടെ അടുത്ത് മുന്നോട്ടേക്കല്ലേ. ഇപ്പോൾ ബജ്ജി കഴിച്ച് കഴിഞ്ഞു. ഇപ്പോൾ ചായ അടുത്തത് ചൂട് ചായ അല്ലേ? ചൂട് ചായ സൂപ്പർ ചായ കേട്ടാ, ഇഞ്ചിയൊക്കെ ഇട്ട് അടിപൊളിയായിരിക്കും. കറക്റ്റ് മധുരം, കറക്റ്റ് പാല്. അപ്പോൾ ചായ കൂടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചായ ഇവിടെ കഴിച്ച് വയർ ഫുള്ളായി. സത്യം പറഞ്ഞാൽ വയറൊക്കെ ചാടി ഉണ്ടാകും. നല്ല വൃത്തി ആഹാരം കഴിച്ച്, ബിരിയാണി നിറച്ച് കഴിച്ച്, അപ്പോഴേ വയർ ഫുള്ളായി. അപ്പോൾ ചായ ഇവിടെ കഴിച്ചപ്പോൾ ഒട്ടും തന്നെ വയറൊക്കെ നിറഞ്ഞ് കിടക്കുകയാണ്. പിന്നെ അടുത്ത് എങ്ങോട്ട് പോകണം? അടുത്ത ബീച്ചിലോട്ട് പോവുകയാണ്. ചെറിയൊരു കറക്കം. അപ്പോൾ നൈറ്റ് വ്യൂ ആണ് കന്യാകുമാരി. അപ്പോൾ നമ്മൾ കറങ്ങിയിട്ട് നേരെ അതും കൂടെ കഴിഞ്ഞാൽ വ്ളോഗ് ഇൻ്റെ ആവും. അവിടെ മുടിച്ച് പോ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാറിൽ കയറി പോയിട്ട് നേരെ പോകുന്നത് ബീച്ചിലോട്ടാണ്. വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ ഇനിയുള്ള ഫുള്ളും മ്യൂസിക് മാത്രമാണ്, ഡയലോഗൊന്നുമില്ല. കുറേ പറഞ്ഞ് ബോറടിപ്പിച്ചല്ലേ. ഉപ്പിട്ട സോഡ നാരങ്ങ, ഇത് ഉപ്പ് പഞ്ചസാരയും, ഇത് സോഡ ജ്യൂസ്, സോഡ അവിടെ സോഡ വാങ്ങിച്ചില്ലേ? കമ്മലായിട്ടെ, കമ്മല്, മോതിരം, മോതിരം ഇന്ന് വേണ്ടേ? പഠിക്കാൻ എന്ത് ഡ്രസ് വേണ്ട ഇറക്കാൻ? ബോക്സ് വേണോ? പെൻസിൽ ബോക്സ്. ഇപ്പൊ എല്ലാ സ്കൂളുകളും എല്ലാം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പഠിക്കണം കറക്റ്റായിട്ട്. ആ എന്തിനാ മാർക്കർ? ചുമ്മാ ആരെ നടക്കില്ലേ? അത് വേണ്ട, അതൊന്നും വേണ്ട, ചുമ്മാ കളിക്കോ ചോദിച്ചു. ശരി വാങ്ങി, കുഴപ്പമില്ല. ഇത് മതിയേ, മതി മതി ഇത് മതിയേ, വേറൊന്നും വേണ്ട. മതി മതി മതി. ഭ്രാന്ത് പിടിച്ച് മറ്റേ നാഗവല്യ കണക്ക് അതല്ലേ കാണിക്കണത്? പെണ്ണ് ഐശ്വര്യ എന്താണ്? പെൻസിൽ വേണോ? ഇനിയില്ല. ഇതൊക്കെ എന്തിനാ? കൊണ്ടുപോയടാ. മതി മതി, സമയം നിങ്ങളെ കട മൊത്തം എടുത്തില്ല, മനസ്സിലായി? സമയം പോണ്ടേ, വീട്ടിൽ പോണ്ടേ? പാ കടയെ വാങ്ങിക്കാൻ പോളാം. பார்த்துட்டாங்களா? ஆமா, வாங்கிட்டு இருக்கேன். வரணும். எந்த கடையில் இருக்கு? ഓക്കെ, നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ വണ്ടിയൊക്കെ ലോക്കി കാപ്പി കുടിച്ചിട്ട് ഇവിടെ നിന്ന് പോകണം. സമയമായിക്കൊണ്ടിരിക്കുകയാണ്. മണി ഇപ്പോൾ കാരണം 8:50 ആയിട്ടുണ്ട്. ഇപ്പോൾ കാപ്പി കുടിച്ച് ഉടനെ ഇറങ്ങണം, ഒട്ടും സമയമില്ല. അപ്പോൾ ഇന്നത്തെ കാപ്പി എന്ന് പറയുന്നത് അപ്പം, സാമ്പാർ, ചമ്മന്തിയാണ്. അപ്പോൾ കഴിക്കാനാ, കഴിച്ചിട്ട് സമയമായില്ലേ? கூட நான் வீடியோ எடுக்கேன். அப்படியா? சரி.
இன்னைக்கு ஒரு புடி எல்லாரும் வாங்க ஆல்வேஸ் பஜ்ஜி வைக்கிட்டு போறோம். உங்களுக்கு வைக்கலாம். வேண்டாம் வேண்டாம் பஜ்ஜி உங்களுக்கு பஜ்ஜி வைக்கலாம். മണി പറഞ്ഞിട്ട് 9:30 മണിയായിട്ടുണ്ട്. അപ്പോൾ കാപ്പി കുടിച്ച് കഴിഞ്ഞ് അപ്പവും സാമ്പാർ ചമ്മന്തി സൂപ്പറാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ ഇവിടുത്തെ 3 നേരം ഫുഡും ഇഡലി സാമ്പാർ ബിരിയാണി അപ്പം എല്ലാം പൊളിയാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ ഒരു വേറൊരു ഫീലായിരുന്നു. പക്ഷേ ഇവിടുന്ന് പഴകി വന്നപ്പോൾ ഇവരൊക്കെ നമ്മൾ ഫാമിലിയായിട്ട് മാറിയ പോലെ ഫീലാണ്. നമ്മൾ കവിതയുടെ അമ്മയാണ്, സത്യം പറയാം. ഇപ്പോൾ ഇത് നമ്മളെയും കൂടെ അമ്മയാണ്. അത്ര സ്നേഹം കാണിച്ച് ഓരോ കാര്യത്തിലും ഓരോ കെയറിങ്ങിലൊക്കെ. അതേപോലെ തന്നെ അപ്പയും ഭയങ്കര സ്നേഹമായിരുന്നു. നമ്മളെ കൊണ്ട് ആ കൃഷി അങ്ങോട്ടൊക്കെ കൊണ്ട് കാണിച്ചായിരുന്നു. ഒരു 2-3 കിലോമീറ്റർ നടന്ന്, നമ്മൾ കുഴപ്പമില്ല, ചെറുപ്രായം, വയസ്സായ ആളൊക്കെ എത്രയും ദൂരം നടക്കുന്നത് വലിയ കാര്യമാണ്. അതൊക്കെ വലിയ സ്നേഹം മാത്രമാണ് അല്ലേ. ഒരു സ്നേഹത്തിന്റെ പേരിലാണ് ഇത്രയും കാര്യം ചെയ്യണം. நல்ல மாமனார் கிடைச்சிருக்கு, மாமனார் நல்ல மாமியார் நல்ல வைஃபு, நல்ல இதே மாதிரி சந்தோஷமா எப்போ இருக்கணும். சண்டை போடுங்க, நாங்க போனப்போ சண்டை போடுங்க. சண்டை எல்லா இடத்துலயும் வரும். நீங்க இங்க போயிட்டு ரிட்டர்ன் வரதுல சண்டை நடந்துட்டு இருக்கோம். சாவியை மறந்து வச்சுட்டு சண்டை தான் செய்யணும். கண்டிப்பா டயலாக் வந்து லைஃப் அடிச்சு போடுங்க. சொல்லுங்க சொல்லுவீங்களா? அப்ப இந்தியா அப்ப இந்த பக்கம் நல்லா இருக்கும், எல்லாரும் കാണാൻ நல்லா இருக்கும். അപ്പോ വാഴ്ക്കയില്, അതായത് ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ചു പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അപ്പൊ ലൈഫ് அடிச்சு பொളിക്കണം. സൗണ്ട് പത്താത് ഇന്നോ നീ പറയണ്ട, നീ എല്ലാത്തിനും പറഞ്ഞു, ഇവിടെ എല്ലാത്തിനും പറഞ്ഞ് പോറാക്കിയാണ്. എല്ലാരും പറയട്ടെ, നീ മാത്രം പറഞ്ഞാൽ മതിയാ. ഇപ്പൊ ലൈഫ് അടിച്ചു പൊളിക്കണം. ടാറ്റ ബാബേ, സീ യു. ടാറ്റ, പോയിട്ട് വരാം എല്ലാവരും. അടുത്ത ട്രിപ്പ് പോടോ. கண்டிப்பா അടുത്ത ട്രിപ്പ് ഉണ്ട് രാമേശ്വരാക്കി. പറയാം എന്താണ് ശരി. ഓക്കെ, ഇപ്പൊ ലൈഫ് അടിച്ചു പൊളിക്കണം ഗൈസ്. ലൈഫ് അടിച്ചു പൊളിക്കണം. ലൈഫ് അടിച്ചു പൊളിക്കണം. சொல்லுங்க, ലൈഫ് അടിച്ചു പൊളിക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ ഓക്കെ. അപ്പൊ ഈ ഡയലോഗ് നമ്മളെ സിഗ്നേച്ചർ ഡയലോഗാണ്. ഇത് പറയാതെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല, എല്ലാരും കൊണ്ട് പറയിപ്പിക്കണം അല്ലേ. കുറച്ച് ക്രിഞ്ച് ആയാലും സംഭവം പഞ്ചാണ്.